ഇന്ന് നമുക്ക് ഇൻ എന്തുവാന്ന് നോക്കാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇൽ പ്രിപ്പോസിഷനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതിൽ ഓരോന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം നമ്മൾ ഇന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻ എന്ന് പറഞ്ഞാൽ ഇൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ലൊക്കേഷൻ കാണിക്കാൻ ഉപയോഗിക്കും. അതായത് ഉള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഇൻ പറയും. ഇൻ ദ റൂം റൂമിനുള്ളിൽ, ഇൻ ദ കാറിനുള്ളിൽ, ഇൻ ബാഗ് ബാഗിനുള്ളിൽ, ഇൻ ബോക്സിനുള്ളിൽ, അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇൻ ദ കാർ, ഇവിടെ വാഹനത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു വ്യത്യാസമുണ്ട്. ഓൺ ഉപയോഗിക്കാറുണ്ട്. അത് നമ്മൾ ചെറിയ പേഴ്സണൽ വാഹനങ്ങളൊക്കെ ഉള്ളിലെന്ന് പറയാൻ ഇന്ന് ഉപയോഗിക്കും. അതേസമയം പബ്ലിക് ട്രാൻസ്പോർട്ട് വലിയ വാഹനത്തിൻ്റെ ഉള്ളിലെന്ന് പറയാനാണെങ്കിൽ ഓൺ ഉപയോഗിക്കും. അതായത് നമുക്ക് ആ വാഹനത്തിനകത്തൂടെ നടക്കാൻ പറ്റും. അങ്ങനെയുള്ള വലിയ വാഹനങ്ങളില്ലേ, ബസ്, ട്രെയിൻ, ഷിപ്പ്, അങ്ങനെയുള്ളത്, അതിൻ്റെ കൂടെ ആണെങ്കിൽ ഓണാണ് ഉപയോഗിക്കുന്നത് ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട്. അതേസമയം ചെറിയ വാഹനങ്ങളാണെങ്കിൽ ഇൻ. അടുത്തത് ഒരു കെട്ടിടത്തിന് ഉള്ളിലെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഇൻ ഉപയോഗിക്കും. ഇൻ ദ റെസ്റ്റോറൻറ്റിനുള്ളിൽ, ഇൻ ഹോസ്പിറ്റലിനുള്ളിൽ, ഇൻ ഹോം, ഇൻ ദ ഹോം, അങ്ങനെ ഇതാടെ വ്യത്യാസം അത് നമുക്ക് പിന്നീട് പറയാം. ഇതിപ്പോൾ ഓർത്താൽ മതി. ഉള്ളിലെന്ന് പറയാൻ വേണ്ടി, ആ ചുവരിനുള്ളിൽ, ആ 4 ചുവരുകൾക്കുള്ളിൽ എന്ന് പറയാൻ, ഇൻസൈഡ് പറയാൻ വേണ്ടിയിട്ട് ഇൻ ഉപയോഗിക്കും. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അടുത്തത് ബെഡിലോട് ചേർത്ത് ഇന്നും പറയും ഓണും പറയും. അതായത് നമ്മളിപ്പം ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഇരിക്കുകയാണ് എന്നൊക്കെ ആണെങ്കിൽ എന്താ ഉപയോഗിക്കുന്നത്? ഇൻ ബെഡ്, സ്ലീപ്പിംഗ് ഇൻ ബെഡ്, സിറ്റിംഗ് ഇൻ ബെഡ്. അല്ലാതെ പറയുമ്പോൾ ഓൺ ബെഡേ പറയൂ. ഇപ്പം ടവൽ ഈസ് ഓൺ ദ ബെഡ്, ടവല് ബെഡിന്റെ മുകളിൽ ഇരിക്കുന്നു, അങ്ങനെ പറയുമ്പോൾ ഓൺ പറയും. അതേസമയം കിടന്നുറങ്ങുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ബെഡിന് മുന്നിൽ ഇന്നാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് ഇൻ ഉപയോഗിക്കുന്ന സ്ഥലം ലാർജർ ഏരിയാസ്, വലിയ ഏരിയ പറയുമ്പം സിറ്റീസ്, കൺട്രീസ്, സ്റ്റേറ്റ്സ്, രാജ്യങ്ങൾ, പട്ടണങ്ങൾ, സംസ്ഥാനങ്ങൾ, ഇവയൊക്കെ പറയുമ്പം അതിൻ്റെ മുന്നിൽ ഇല്ലെന്ന് പറയാൻ. ഇപ്പം ഇന്ത്യയിൽ എന്ന് പറയാം ഇൻ ഇന്ത്യ, ഇൻ കേരളത്തിൽ, അങ്ങനെ പറയുമ്പോഴും ഇന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇൻ ഉപയോഗിക്കുന്നത് ടൈം, ലോങ്ങർ പീരീഡ്സിൽ സമയം പറയാൻ വേണ്ടി. ഇപ്പം കാലം പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കും. ഇപ്പം ആ ലോങ്ങർ പീരീഡ് വരുന്നത് മന്ത്സ്, മാസങ്ങൾ, അതുപോലെ തന്നെ വർഷങ്ങൾ, സീസണുകൾ, നൂറ്റാണ്ടുകൾ, ഡെക്കേഡ്സ്, പതിറ്റാണ്ടുകൾ, ഇതൊക്കെ പറയുമ്പം അതിൽ എന്ന് പറയാൻ ഇൻ ഉപയോഗിക്കും. ഡിസംബറിൽ ഇൻ 2010 എന്ന് പറയാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇൻ. അതുപോലെ വേനൽക്കാലത്ത് എന്ന് പറയാൻ ഇൻ ദ മിഡിൽ ഓഫ് ദ 20th സെഞ്ചുറിയുടെ മധ്യഭാഗത്ത് എന്നൊക്കെ പറയുമ്പോഴും 1920കളിൽ എന്ന് പറയുമ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴെല്ലാം ഏതാണ് ഉപയോഗിക്കുന്നത്? ഇന്നാണ് ഉപയോഗിക്കുന്നത്. ഇല്ലെന്ന് പറയാൻ വേണ്ടി മാസം, വർഷം, സീസൺ, സെഞ്ചുറി, ഡെക്കേഡ്, ഇതെല്ലാം ഉപയോഗിക്കും. പിന്നെ അതേസമയം ഈ ടൈമിൽ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇൻ ഡിസംബർ പറയും. അതേസമയം ഡിസംബറിലെ ഒരു ദിവസത്തിനെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ ഓൺ 25th ഡിസംബർ പറയുകയാണെങ്കിൽ അവിടെ ഓൺ. അതേസമയം ഡിസംബർ മാസം മാത്രം പറയുകയാണെങ്കിൽ ഇൻ. ഇത് നമ്മൾ പിന്നെ പഠിക്കും. ഇതിപ്പോ ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മാസം, വർഷം, കാലാവസ്ഥ, ഇതിൻ്റെയൊക്കെ മുന്നിൽ ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്നാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് പാർട്സ് ഓഫ് ദ ഡേ, ദിവസത്തിന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ, അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇൻ തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഉൾപ്പെടുത്തലുകൾ, അതായത് ഇന്ന ടീം, ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരു ടീമിൽ എന്നൊക്കെ പറയുമ്പോഴും ഇല്ലെന്ന് പറയാൻ ഗ്രൂപ്പിൽ, ടീമിൽ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ക്രമീകരണം നടത്തുമ്പോൾ സ്റ്റാൻഡിങ് ഇൻ എ ലൈൻ, ഒരു വരിയിൽ നിൽക്കുന്നു, അപ്പോഴും ഇന്ന്, വരിയിൽ എന്ന് പറയാൻ ഇൻ. അതുപോലെ അറേഞ്ച്ഡ് ഇൻ എ റോ, ഒരു നിരയിൽ അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ സർക്കിൾ, ഒരു വൃത്തത്തിൽ അറേഞ്ച് ചെയ്തു, അപ്പോൾ അവിടെയെല്ലാം ഇന്നെന്ന് പറയാൻ, ഇല്ലെന്ന് പറയാൻ ഇന്ന് ഉപയോഗിക്കും. പിന്നെ പ്രൊപ്പോർഷൻ പറയുമ്പം, അതായത് ഈ ഭാഗം പറയുമല്ലോ, അനുപാതം പറയുമ്പോഴും ഉപയോഗിക്കും. 1 in 3, അപ്പം 3ൽ 1 പറയാൻ വേണ്ടിയിട്ട് ആ 3ൽ ആ ഇൽ പറയാനും ഇന്ന് ഉപയോഗിക്കും. പിന്നീട് ഇന്ന് ഉപയോഗിക്കുന്നത് പിന്നെ ഇന്ന് വർക്കിൻ്റെ കൂടെ ചേർത്ത് ഇൻ പറയും. വർക്ക് വിത്തൊക്കെ പറയും, അത് വേറെ. വർക്ക് ഇൻ ചേർക്കുന്നത്, വർക്കിൻ്റെ കൂടെ ഇൻ ചേർക്കുന്നത് ഈ കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. സ്പെസിഫിക് ഫീൽഡ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്ലേസ്, അത് പറയുമ്പോൾ മാത്രം വർക്കിൻ്റെ കൂടെ ഇൻ ചേർക്കാറുണ്ട്. ഏതാണ്? ഇൻ പോർട്ട് ഇൻഡസ്ട്രി, ഇൻ UAEയിൽ പോർട്ട് ഇൻഡസ്ട്രിയിൽ, അങ്ങനെ, അല്ലെങ്കിൽ പ്രത്യേക ഒരു ഫീൽഡ് പറയുമ്പം ഇൻ ചേർക്കും. അടുത്തത് ഇൻവോൾവ്മെന്റ് പറയുമ്പം ഇൻ ട്രബിൾ, പ്രശ്നത്തിലാണെന്ന് പറയുമ്പം ഇന്നെ ഗുഡ് മൂഡ്, നല്ല മൂഡിലാണ്, അല്ലെങ്കിൽ ഇന്നെ മെലഡിയിലാണ്, ഇന്നെ പസിൽ
ആശയക്കുഴപ്പത്തിൽ അല്ല, ഇത് പസിലാണ്, അതുപോലെ തന്നെ ഇന്ന ഡിലമ ആശയക്കുഴപ്പത്തിലാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെയും ഇൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇൻ ടാക്സി, ഇൻ എ കാർ, ഇൻ എ ക്ലാസ് റൂം, ഇൻ ദ റൂം. അതുപോലെ തന്നെ പിന്നെ ന്യൂസ് പേപ്പർ, പുസ്തകങ്ങൾ, ബുക്കുകളൊക്കെ കാര്യം പറയുമ്പോൾ അതിൽ ഇൻ ദ ന്യൂസ് പേപ്പർ, ഇൻ ദ ഹിന്ദു, ഇൻ ദ ടൈംസ്, അങ്ങനെ പത്രത്തിൻ്റെയൊക്കെ പേര് വെച്ച് പറയുമ്പോഴും ഇൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത് എവിടെ? ഇൻ മൈ ഹേർട്ട്, എൻ്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ഇൻ മെമ്മറി, അങ്ങനെ ഓർമ്മയിൽ, അങ്ങനെയൊക്കെ പറയുമ്പോഴും എല്ലാം എന്തുപയോഗിക്കാറുണ്ട്? ഇൻ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ദീർഘസമയം, പ്രത്യേക കാലയളവൊക്കെ പറയുമ്പം ഇൻ പറയാറുണ്ട്. ഇൻ ജനുവരി, ഇൻ ആൻ അവർ, ഒരു മണിക്കൂറിനുള്ളിൽ, അങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഇൻ ദ മോർണിംഗ്, ഇതെല്ലാം പറയുമ്പോൾ ഇൻ ചേർക്കും. അപ്പോൾ ഒരുവിധം മനസ്സിലായല്ലോ. ഇൻ മൈൻഡ്, ഇൻ മെമ്മറി, അതൊക്കെ പറയുമ്പോഴെല്ലാം ഇൻ ചേർക്കും. ഇന്നിൻ്റെ അർത്ഥം ഇല്ലെന്നാണ്. അപ്പം അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ.